ഇന്ന് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന ഒരപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ ഉണ്ണിയപ്പം അല്ല താനും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 കപ്പോളം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നുരുക്കിയെടുത്ത് വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഏലക്കായുടെ കുരുവും പിന്നെ കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ചേർക്കാം കേട്ടോ. പക്ഷേ ഗോതമ്പ് പൊടിയാകുമ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുമല്ലോ. അതും ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ തിളപ്പിച്ച പാലൊന്നും അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ബാറ്റർ ഈ ഒരു പരുവത്തിലാകുന്നിടം വരെ പാല് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ വരും. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരം ഓയിലായാലും കുഴപ്പമില്ല. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ അതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഒരു വശത്തുനിന്ന് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്ന ശേഷം നമുക്കിത് പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. മറുവശം കൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട ശേഷം നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാലും ഒരു 15-20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പ്ലേറ്റ് നിറയെ അപ്പവും കിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റാണ്. ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുമാണ്. മൈദ അല്ല ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഹെൽത്തിയാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.